ബഹുമാനികളെ, സാന്നിധ്യമാണ് ഈ സംഗമത്തിൻ്റെ പ്രധാനം എന്നതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താതെ തന്നെ എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. ഈ സംഗമത്തിന് വേണ്ടി തയ്യാറായ സംഘാടകർ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മനുഷ്യൻ്റെ പരിച്ഛേദമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക സാംസ്കാരിക കലാരംഗത്തും പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുടെ സാന്നിധ്യം കൊണ്ട് മലയാളിയുടെ ഒരു കണ്ണാടിയായി തുറന്നു വെക്കാൻ സാധിക്കത്തക്ക വിധത്തിലേക്ക് പ്രിയപ്പെട്ട ഗസയുടെ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരളത്തിൻ്റെ മധ്യരംഗത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ റാലിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പോരാട്ടം തുടരുക എന്നു തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. മരവിക്കാത്ത മനസ്സുമായി നിൽക്കുന്ന മനുഷ്യൻ മുഴുവനും ഗസയുടെ കൂടെ നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തിന്റെ മുമ്പിൽ യുഎന്റെ പൊതുയോഗത്തിൽ വെച്ചുകൊണ്ട് നെതന്യാഹു ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ സയനിസം മനുഷ്യന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇസ്രയേൽ പട്ടാളം ആയുധം താഴെ വെച്ച് മക്കളെ, മനുഷ്യനെ ചേർത്ത് വെക്കാൻ തയ്യാറായില്ലെങ്കിൽ ലോകം ഇസ്രയേലിനെ എഴുതി തള്ളുന്ന നാൾ അതിവിദൂരമല്ല എന്നുകൂടി പറയേണ്ടി വരുമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. നാം സംഘടിച്ചു കൊണ്ടിരിക്കേണ്ട സമയമാണിത്. മനുഷ്യൻ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ഗസ മുസ്ലിമിന്റെ മാത്രം ശബ്ദമല്ല, ഇസ്രയേൽ യഹൂദന്റെ മാത്രം ശബ്ദമല്ല. അവിടെയെല്ലാം താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മോചനം വേണം. ഇസ്രയേലിലെ ജനങ്ങൾക്കും സമാധാനത്തോട് കഴിയാനുള്ള അവസ്ഥ വേണം. അതിനവസരമൊരുക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ മാന്യമായ ഒരു ഫോർമുല ഗസയുടെ വിമോചനം മാത്രമാണ്. താൽക്കാലികമായ വെടിനിർത്തൽ കൊണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാവില്ല എന്ന കാര്യം തീർച്ചയാണ്. പരിഹാരമാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ വെച്ച് നടന്ന കേരളത്തിലെ എത്തിക്സ്റ്റുകളുടെ ഒരു സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖനായ മീഡിയ പ്രവർത്തകൻ അഭിലാഷ് മോഹനൻ ടോമി എന്ന തൻ്റെ സഹസംവാദകന്റെ മുഴുവൻ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് അതിനവസാനത്തിൽ നടത്തിയൊരു പ്രയോഗമുണ്ട്. ഇസ്രയേലിന്റെ നിന്നും ഫലസ്തീനിൽ നിന്നും പറയുന്ന മണ്ണിന്റെ തർക്കത്തിന്റെ പരിണാമം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രയേൽ അധിവസിക്കുന്ന പ്രദേശം അവരുടെ രാഷ്ട്രമായി അവർ നിലകൊള്ളുമ്പോൾ വളരെ കൊച്ചു പ്രദേശമായ ഗസയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും മണ്ണ് അത് പലസ്തീനികളുടേതാണെന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുക മാത്രമാണ് പരിഹാരമെന്ന് അദ്ദേഹം തന്റെ സംവാദത്തിന്റെ ക്ലൈമാക്സിൽ അവകാശപ്പെട്ടതല്ല, പരാമർശിക്കപ്പെട്ടത് മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, വെടിനിർത്തൽ മാത്രമല്ല പരിഹാരം. ആയുധം താഴെ വെച്ചുകൊണ്ട് ഇസ്രയേൽ അതുകൊണ്ട് പുറകോട്ട് പോകൽ മാത്രമല്ല പരിഹാരം. മറിച്ച് പലസ്തീന്റെ മണ്ണ് പലസ്തീനികൾക്ക് അവരുടെ വെള്ളമായി കുടിക്കാനും അവരുടെ വായുവായി ശ്വസിക്കാനും അവരുടെ ഭക്ഷണമായി ഭക്ഷിക്കാനും എന്നാണോ സ്വാതന്ത്ര്യം കിട്ടുന്നത് അന്ന് മാത്രമാണ് പരിഹാരം എന്നതുകൊണ്ട് ഹമാസിന്റെ പോരാട്ടത്തിന്റെ കൂടെ നിൽക്കേണ്ടി വരുന്നു മനുഷ്യൻ എന്ന് പറയേണ്ടത്. ഹമാസിന്റെ പല ചെയ്തികളോടും ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും യോജിപ്പുണ്ടാവാം. ഹമാസിന്റെ എല്ലാ ചെയ്തികളെയും ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല. അവസാനം പൊറുതിമുട്ടിയപ്പോൾ യാസർ അറഫാത്തിന്റെ ജീവായുസ് മുഴുവനും പ്രവർത്തിച്ച സമാധാനത്തിന്റെ ഗാന്ധിയൻ സമരം പരാജയപ്പെടുന്നു ഇസ്രയേലിന്റെ മണ്ണിൽ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഹമാസ് ആയുധമെടുക്കേണ്ടി വന്നതെങ്കിൽ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന മലയാളിയുടെ ആപ്തവാക്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഹമാസ് ആയുധം ഉയർത്തിയതെങ്കിൽ ഹമാസിന്റെ പോരാട്ടം അവസാനിക്കില്ല. ഇസ്രയേലോടുള്ള ചെറുത്തുനിൽപ്പ് അവസാനിക്കില്ല. ഗസയുടെ മോചനം ഉണ്ടാകുന്ന നാള് വരെ. ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഹമാസ് വിജയിച്ചതാണ് ഒന്നാം സമരം എന്ന് പറയേണ്ടി വരും. അവസാനത്തെ പലസ്തീനെയും കൊന്നെടുക്കാതെ ഇസ്രായേലിന്റെ പട്ടാളം താഴെ നിൽക്കുന്ന ഇന്നും ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾ ആയുധം വെച്ചുകൊണ്ട് മോചിപ്പിക്കുമെന്ന അഹങ്കാരം നടിച്ച നെതന്യാഹുവിന്റെ മുഴുവൻ അവകാശവാദങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് ഹമാസിന്റെ വാദഗതികളെയും നിർദ്ദേശങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിലെന്നുകൊണ്ട് ലോകം അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ മധ്യസ്ഥയിലാണെങ്കിലും ചർച്ച നടന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഹമാസ് ഉയർത്തുന്ന സന്ദേശം, ഹമാസ് ഉയർത്തുന്ന ആശയം
മനുഷ്യന്റെ ആവശ്യമാണ്, മനുഷ്യന്റെ ആശയമാണ് എന്ന് സൂചിപ്പിക്കുമ്പോൾ നമുക്കൊറ്റക്കെട്ടായി ഈ കൊച്ചിയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കാം, ഈ സമരം അവസാനിപ്പിക്കുന്ന നാള്, ഈ ഐക്യദാർഢ്യ പ്രകടനം നിർത്തുന്ന നാള്, എല്ലാ മനുഷ്യനും ഒന്നിച്ചുകൂടി ഇസ്രായേലിനോട് ചെറുക്കുന്ന നാള് പലസ്തീനിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ മാത്രമാണ്. അന്ന് വരെ നമുക്ക് പോരാട്ടം തുടരാം. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്, നമസ്കാരം.